ഹലോ ഗൈസ്, നമുക്ക് ഉപ്പുമുളകിൻ്റെ പുതിയൊരു പ്രൊമോ കണ്ടാലോ? ആദ്യം തന്നെ സിദ്ധും അതുപോലെ നമ്മുടെ ലച്ചുവും കൂടെ അടുത്തിരുന്ന് ഇങ്ങനെ റൊമാൻറ്റിക് ആവാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പം സിദ്ധു പെട്ടെന്നൊരു പാട്ട് പാടിക്കൊടുക്കും ലച്ചുവിന്. എൻ്റെ എല്ലാം എല്ലാം അല്ലേ. അപ്പോഴത്തേക്കും ദേണ്ട്ര കയറി വന്നു, നമ്മുടെ കനകം കയറി വരുന്നുണ്ട്. എന്നിട്ട് പറയും, നിങ്ങളെന്താ ഇവിടെ അന്താക്ഷരി കളിക്കുവാണോ? ഏതക്ഷരം വെച്ചാൽ പാടുന്നത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞ് പിന്നെ പ്രൊമോയിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കേശു കയറി വരുന്നിട്ട് പറയും, ആഹാ സിദ്ധുകളി ഇത്രയും വലിയ പാട്ടുകാരനാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയറി വരുവാണ്. അന്നേരം രണ്ടുപേരുടെ റൊമാൻറ്റിക് ആവാൻ ശ്രമിക്കുകയാണ്, പക്ഷെ ആരും അവരെ അത് സമ്മതിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് അവർ പിന്നെ റൂമിലോട്ട് പോകും. റൂമിലോട്ട് പോയിട്ട് വീണ്ടും റൊമാൻറ്റിക് ആവാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് പാറു കയറി വന്നിട്ട് ചോദിക്കും, എൻ്റെ കളേഴ്സ് എവിടെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയറി വരും. അപ്പോൾ സിദ്ധു ദേണ്ട്ര അവിടെയും പൊളിഞ്ഞു, എൻ്റെ ഞാൻ റൊമാൻറ്റിക് ആവാൻ നോക്കിയിട്ട് അതും പൊളിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമത്തി ഇരിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരൂടെ എന്നാൽ കുറച്ച് പ്രൈവസി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുവാണ്. പക്ഷെ അവിടെയും കേശു എന്നിട്ട് പറയാം, നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കുക അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മായിയുടെ എൻട്രിയാണ് അവിടെ കാണിക്കുന്നത്. അമ്മായി പറയും, രണ്ടുപേരോട് ഒറ്റയ്ക്ക് ഇരുന്ന് സൊള്ളുക അല്ലേ. അപ്പോൾ അവിടെ വീണ്ടും അവർക്ക് ആ ഒരു പ്രൈവസി നഷ്ടപ്പെടുന്നതായിട്ടാണ് കാണിക്കുന്നത്. കഷ്ടമല്ലേ, ഇത്ര റൊമാൻറ്റിക് ആവാൻ നോക്കിയിട്ട് അവിടെ വീട്ടിലാരും സമ്മതിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒരു റൂമിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പം രണ്ടുപേരുടെയും കൂടെ ഇടയ്ക്കോട്ട് കേശു കയറി വന്നിട്ട് എന്നാ വാ നമുക്ക് മൂന്നുപേർ കൂടെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പം ലച്ചു പറയും, ഇത് സിദ്ധുവിനോട് പറയും. സിദ്ധുവിനും കുറച്ച് വിഷമാവും, ലച്ചുവിനും കുറച്ച് വിഷമാവും. അപ്പം ലച്ചു പറയും, കൂട്ടുകുടുംബമല്ലേ, അതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പം സിദ്ധു ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്നതായിട്ട് അവസാനം അങ്ങനെ വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ മുന്നോട്ടുള്ള എപ്പിസോഡിലൊക്കെ നമുക്ക് ലച്ചുവിൻ്റെയും സിദ്ധുവിൻ്റെയൊക്കെ കുറച്ച് റൊമാൻറ്റിക്കും കുറച്ച് അധികം കോമഡിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലുള്ള പ്രൊമോസുമായിട്ടും വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ബൈ, ടേക്ക് കെയർ.